വിധികളെ നീക്കിയിടും തിരുബലിധന്യം താൻ പുണ്യം നൽകിയിടും ബലിയെ സ്തോത്രം. അഗ്നിത്തേരിന്മേൽ സ്ഥിതി ചെയ്യുന്നോനെ സ്കീപ്പാമേലേറ്റി വെള്ളിദിനത്തിൽ വച്ചു തറച്ചാർത്തൻ പാണികളത്യുഗ്രം കാലുകളും ലേശം കരളലിവന്നെ ആംഗ്യത്താൽ വാനോ താഴവുമേന്തുന്നു തിരുവിഷ്ടം മൂലം സ്കീപ്പായി താനേന്തി ഈറേന്മാർ ചൂളും കാന്തിയേന്തുന്നു തരുവിന്മേൽ നഗ്നം തൂക്കപ്പെട്ടു. തന്നെ വഹിച്ചോരാ തരുവിന്നാൾ കേണു മുറവിളിയോടേവം ചൊന്നു തുടങ്ങി. കഷ്ടമെനിക്കേറ്റം ഞാനയ്യോ ദോഷി ദുഷ്പ്രതിദാനം ഞാൻ രക്ഷകനേകി. മഴമഞ്ഞെന്നീവയാൽ അവനെന്നെ പോറ്റി അപകാരത്താൽ ഞാൻ അവനെ സ്കീപ്പാമേലേന്തി. സൃഷ്ടി സമൂഹത്തിൻ പതിയെ ക്രൂശിച്ച ദുര്യോധന്മാരെ ദോഷം ദോഷം. ദ്യുതിയമറച്ചിടാൻ രവിയൊടു കൽപ്പിക്ക ഏകസുതാചാരേ ഞാനണയട്ടെ. നിന്റെ നിയോഗത്താലിരുളാർന്നിടട്ടെ ശ്ലീബാവൃക്ഷത്തെ ഞാൻ പുണരട്ടെ. എൻ മകനെ ഞാൻ നിൻ അടികളെ മൂത്തട്ടെ. പ്രാണപ്രദനേ നിൻ സൗരഭ്യം ഞാനേൽക്കട്ടെ. ദുർവൃത്തന്മാർ നിൻ നഗ്നത കാണായി അന്ധത പൂ. Thank you friends for joining in this live. Thank you for watching. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാരോഹണവുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകളെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ അതിലെ പ്രധാനമായി ചിന്തിച്ച ഒരു വാക്യം കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ എഴുതിയ ഒരു വാക്യമാണ്. തേജസ്സിന്റെ കർത്താവിനെ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവനെ ക്രൂശിക്കയില്ലായിരുന്നു. ക്രൂശീകരണം ഒഴിവാക്കപ്പെടാവുന്ന ഒന്നായിരുന്നു. ക്രൂശീകരണം ജൂതപ്രഭുക്കന്മാരുടെ അജ്ഞത നിമിത്തമാണ് സംഭവിച്ചത്. താൻ പൗലോസ് ശ്ലീഹ രേഖപ്പെടുത്തി. യേശുമ്പുരാൻ പറയുന്നുണ്ട്, ജെറുസലേമിനെ സമീപിക്കുമ്പോൾ ജെറുസലേമിനെ നോക്കി വിലപിച്ചുകൊണ്ട് കർത്താവ് കരഞ്ഞുകൊണ്ട് പറയാണ്, ജെറുസലേം ജെറുസലേം, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകനടിയിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രയോ തവണ മനസ്സായിരുന്നു. ഹൗ മച്ച് മോർ, എത്രയധികം ഐ വാസ് വില്ലിങ്, ഞാൻ അതിനൊരുക്കമായിരുന്നു. അടുത്ത് പറയാണ്, എന്നാൽ നിനക്കോ മനസ്സായില്ല. അൺവില്ലിങ്നെസ് ഓഫ് ജെറുസലേം, ജൂതന്മാരുടെ അൺവില്ലിങ്നെസ്,
They were not willing. Ignorance and unwillingness. യഹൂദന്മാർ മനസ്സില്ലാത്തവരായിരുന്നു ക്രിസ്തു സ്നേഹത്തെ പുണരുവാൻ. God sent his son out of his love. അപ്പൊ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ചേർക്കുന്നത് പോലെ ഈ ജനത്തെ ചേർക്കുവാൻ തനിക്ക് മനസ്സായിരുന്നു. ഇതാണ് യേശു തമ്പുരാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കോ മനസ്സായില്ല. സോ യുവർ അൺവില്ലിങ്നെസ്. പൗലോസ് പറയുമ്പം ദർ ഇഗ്നോറൻസ്, അവരറിഞ്ഞില്ല. അപ്പം അറിവില്ലായ്മയുണ്ട്, അൺവില്ലിങ്നെസ് ഉണ്ട്. ഇതാണ് കർത്താവ് കുരിശിൽ മരിക്കുന്നതിന്റെ കാരണം. പിന്നീട് ധാരാളം ബൈബിൾ വാക്യങ്ങൾ, പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്നത് പോലെ ഉപദേശങ്ങൾക്ക് അനുസൃതമായി ബൈബിൾ വ്യാഖ്യാനിക്കുന്ന രീതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഉപദേശം ഉണ്ടാകുകയാണ്. യേശുക്രിസ്തു മരിക്കേണ്ടവനായിരുന്നു. എത്രമാത്രം പ്രാകൃതമായ ഒരു ചിന്തയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. യേശുക്രിസ്തുവിന്റെ മരണം നിമിത്തം ദൈവം നിങ്ങളിൽ പ്രസാദിച്ചെന്നും, അല്ലെ മനുഷ്യനിൽ പ്രസാദിച്ചെന്നും, ദൈവത്തിന് മനുഷ്യനോട് ഇടപെടാൻ പറ്റുന്നതും, ദൈവത്തിന് മനുഷ്യനോട് സംവദിക്കാൻ സാധിക്കുന്നതും, ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുന്നതും അത് നിമിത്തമാണെന്നും ഉള്ള തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയാണ് ഇത്തരം ഉപദേശം രൂപപ്പെടാൻ കാരണമായത്. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3:21 ബട്ട് നൗ ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ് വിതൗട്ട് ദ ലോ ഈസ് മാനിഫെസ്റ്റഡ്, ബീയിങ് വിറ്റ്നസ്ഡ് ബൈ ദ ലോ ആൻഡ് ദ പ്രോഫറ്റ്സ്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. Even the righteousness of God, which is by faith of Jesus Christ unto all and upon all who that believe, for there is no difference. യേശുക്രിസ്തുവിന്റെ വിശ്വാസം നിമിത്തം ദൈവത്തിന്റെ നീതി സകലരിലേക്കും വന്നിരിക്കുന്നു. ഇതാണ് അവിടെ പൗലോസ് പറയുന്നത്. ഈ വാക്യം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്യമാണ്. ഇപ്പോഴും ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പം യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നതിനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. So crucifixion of Jesus Christ was to manifest the righteousness of God. It was a manifestation of God's righteousness. കൃത്യമായിട്ട് പൗലോസ് എഴുതി വെച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ പറയുന്ന ഉപദേശത്തിന് നേരെ എതിരാണ് ഈ വാക്യം എന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കേണ്ടതിനാണ് അങ്ങനെ ചെയ്തത്. എന്താണ് ദൈവത്തിന്റെ നീതി? അപ്പോഴേ കഥകൾ ഉണ്ടാക്കും. ദൈവം ഭയങ്കര നീതിമാനാണ്, പാപത്തെയൊക്കെ ദൈവം ശിക്ഷിക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ നീതി
ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നു എന്നാണ് അതിന് തൊട്ടു മുമ്പ് നമ്മൾ വായിച്ചത്. ന്യായപ്രമാണത്തിലൂടെ അല്ല, ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നു. അതിന് ആര് സാക്ഷ്യം പറയുന്നു? ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അതായത് ഈ വലിയ ദൈവപ്രവർത്തിക്ക് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇതാണ് ഈ മറുവമലയിൽ വന്ന് മോശയും ഏലിയാവും വന്നു എന്നീ പറയുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയായിട്ട് മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായിട്ട് ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്താ സംഭവിച്ചു? ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ വലിയ കാര്യത്തിന് സാക്ഷ്യം പറഞ്ഞു. വിറ്റ്നസ്ഡ് ബൈ ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ് എന്നായിരിക്കുന്നത്. നിങ്ങൾ ഈ മുകളിൽ നോക്കുമ്പോൾ ബീയിങ് വിറ്റ്നസ്ഡ് ബൈ ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ്, ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ എന്താണ് ദൈവത്തിന്റെ നീതി? വിശ്വാസം കൂടാതെ അല്ല, ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ നീതി. ഇവിടെ ഈ നീതീകരണത്തെ പറ്റി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പരിഗണനയ്ക്ക് വരുന്ന വ്യക്തി അബ്രഹാമാണ്. ഈ റോമാലയത്തിൽ തന്നെ അത് രേഖപ്പെടുത്തുന്നുണ്ട് പൗലോസിലെ അബ്രഹാമിന്റെ നീതീകരണത്തെ കുറിച്ച്. ഗലാത്യ ലേഖനവും ചർച്ച ചെയ്യുന്നുണ്ട്. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ആദാമിന് ശേഷം ആദം പരാജിതനായി. തുടർന്ന് ഐഡിയൽ ഫാമിലി അബ്രഹാമിന്റെ ഫാമിലിയാണ്. ഞാൻ ഇപ്പോൾ യഹൂദന്മാരുടെ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ജൂവിഷ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. യഹൂദന്മാരെങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയിരുന്നത്? അപ്പൊ ഏൻഷ്യൻ ജൂവിഷ് റൈറ്റിങ്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാട് അബ്രഹാമിന്റെ കുടുംബം ശരിയായ കുടുംബം എന്നാണ് അവർ പറയുന്നത്. ആദമിൽ നഷ്ടപ്പെട്ട ആ നന്മയെ തിരികെ പ്രാപിച്ച കുടുംബം, ആദം എന്ത് നഷ്ടപ്പെടുത്തിയോ അതിനെ തിരിച്ചു കൊണ്ടുവരിക. ദൈവത്തിന്റെ യഥാർത്ഥ ഇമേജിൽ അബ്രഹാം വരുന്നു എന്നാണ് യഹൂദന്മാർ മനസ്സിലാക്കുന്നത്. അബ്രഹാമിന്റെ കുടുംബത്തിലെ ഒരംഗം ആയിത്തീരുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുദ്രയുള്ളവനായിത്തീരുക എന്നാണ് ജൂവിഷ് അണ്ടർസ്റ്റാൻഡിങ്. ഏൻഷ്യൻ ജൂവിഷ് റൈറ്റിങ്സ് ഇതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അബ്രഹാമിന്റെ മകനാകുക. അപ്പം അതുകൊണ്ടാണ് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, അവരുടെ ക്ലെയിമാണത്. യേശു ക്രിസ്തു, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കും അറിയാം, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ അബ്രഹാമാണ് തങ്ങളുടെ പിതാവ് എന്നുള്ളത് ദേ ക്ലെയിം, പ്രൗഡ്ലി ദേ ക്ലെയിം. അപ്പൊ അബ്രഹാമിന്റെ കുടുംബത്തിലെ അംഗമാവുക, അബ്രഹാമിന്റെ മക്കളാവുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ ദൈവം ന്യായപ്രമാണമില്ലാതെയും യാഗമില്ലാതെയുമാണ് അബ്രഹാമിനെ എന്ത് ചെയ്തിരിക്കുന്നത്? നീതീകരിച്ചിരിക്കുന്നത്. അപ്പൊ അബ്രഹാമിന്റെ നീതീകരണത്തെയാണ് പൗലോസ് ശ്ലീഹ എൻഡോഴ്സ് ചെയ്യുന്നത്. ആ നീതീകരണത്തെയാണ് യഹൂദന്മാർ എംപ്രൈസ് ചെയ്തിരുന്നത്. ആ നീതീകരണത്തെ കുറിച്ചാണ് യേശു ക്രിസ്തു സംസാരിക്കുന്നത്. അപ്പം ബീയിങ് എ മെമ്പർ ഓഫ് എബ്രഹാംസ് ഫാമിലി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഗോഡ്സ് ഇമേജിനെ അറ്റൈൻ ചെയ്യുന്ന മാധ്യമം. അതാണ് അവരുടെ ഒരു രീതി, യഹൂദന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്ക് ഇതിന് ഇപ്പൊ ധാരാളം തെളിവുകൾ കാണാം. കാരണം ഈ സഖേവൂസിന്റെ വീട്ടിലേക്ക് യേശു ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, ലൂക്കാസ് വിശേഷം 19 അധ്യായം. നമുക്ക് യാക്കോബക്കാർക്കൊക്കെ നല്ല പരിചയം, കാരണം എല്ലാ പെരകുദാശിക്കും വായിക്കുന്ന ഭവന ശുദ്ധീകരണത്തിന് വരുമ്പോൾ അച്ഛൻ വായിക്കുന്ന ഏവെങ്കിലും ഭാഗം അല്ലേ, നിങ്ങൾ കേട്ടിട്ടില്ല? വീട് ഉദാശിക്ക് എപ്പോഴും കേൾക്കുന്നു. അപ്പൊ ഈ സക്കായി പൊക്കം കുറഞ്ഞവനായിരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കും. അപ്പൊ അവിടെ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കും. നിങ്ങൾ വായിച്ചിട്ടില്ലേ?
സോ ബീയിങ് എ മെമ്പർ ഓഫ് എബ്രഹാംസ് ഫാമിലി എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അതിനെ യേശു എൻഡോഴ്സ് ചെയ്യുന്നു. വരട്ടെ, ഇവനിങ്ങനെ രക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി ഞാൻ കുരിശിൽ മരിച്ചിട്ടാണ്, ഇനി എന്നെ കൊന്നിട്ട് വേണം ഇവന് രക്ഷ ഉണ്ടാക്കാൻ. എബ്രഹാമിന്റെ ബ്ലെസ്സിങ്സ് ആണ്. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന് പൗലോസ് ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ രേഖപ്പെടും. നമുക്ക് വളരെ പരിചയമുള്ള വാക്യം. ബീയിങ് എ മെമ്പർ ഓഫ് എബ്രഹാംസ് ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ദാറ്റ് വാസ് ദ ജൂവിഷ് കോൺസെപ്റ്റ്. ഞാൻ എപ്പോഴും പറയും, ബൈബിൾ വായിക്കുന്നത് നിങ്ങൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും ഇത് പിടികിട്ടത്തില്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അവിടെ ഉണ്ട്. നമ്മൾ ഈ കോൺസെപ്റ്റുകൾ ഇല്ലാതെ ഇവിടുന്ന് 2024 കേരളത്തിൽ ഇരുന്നിട്ട് നമ്മളിത് വായിക്കുമ്പോഴാണ് നമുക്കിത് വളരെ വിചിത്രമായിട്ടും വളരെ അന്യമായിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. തെറ്റായ മനസ്സിലാക്കലുകളിലേക്ക് നമ്മൾ പോകുന്നതിന്റെ കാരണം കോണ്ടെക്സ്റ്റ് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ രക്ഷയെ സംബന്ധിച്ച്, ഇപ്പൊ പാപവിമോചനത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇവിടെ ഈ റോമാലേഖനത്തില് നമ്മൾ ഇവിടെ വായിക്കുന്നത്, ഇപ്പോഴോ ഈ ദൈവത്തിന്റെ നീതിയെ പ്രദർശിപ്പിക്കേണ്ടതിന് അത് ചെയ്തു എന്നാ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ നീതി യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി. സോ the righteousness of God is manifested without the law. ആ ലോ എങ്ങനെയാ വരുന്നേ? ആ നീതി എങ്ങനെയാ വരുന്നേ? ത്രൂ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ വിശ്വാസം മൂലം, യേശുക്രിസ്തുവിന്റെ വിശ്വസ്തത മൂലമാണ് അത് വരുന്നത്. നിങ്ങൾ മുകളിൽ നോക്കുക, ഈവൻ ദ റൈറ്റിയസ്നെസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് by faith of Jesus Christ. Faith of Jesus Christ. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് ഈ ദൈവനീതി നമ്മിലേക്ക് വരുന്നത്. Not because of your faith, not because of my faith, not because of someone else's faith, but only because of faith of Jesus Christ. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള നീതി. ഈ നീതിയെ പ്രദർശിപ്പിക്കുവാൻ, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമുക്ക് ഡിസ്പെൻസ് ചെയ്യപ്പെടുന്ന ദൈവനീതിയെ പ്രദർശിപ്പിക്കുകയാണ് കുരിശിൽ ചെയ്തത്. കുരിശ് കണ്ടപ്പോൾ അവൻ ഓടിയില്ല. അപ്പൊ കുരിശിൽ യേശുക്രിസ്തുവിനെ തറച്ചു നിർത്തിയത് 3 ആണികളല്ല, നമ്മോടുള്ള സ്നേഹമാണ്. ആണികളാലല്ല തൂക്കപ്പെട്ടെ. നമ്മള് പാട്ടുണ്ട്, പെന്തക്കോസ്തുകാരുടെ പാട്ടുണ്ട്, ക്രൂശതിലാണികളാൽ തൂങ്ങപ്പെട്ടവനെ. ഈ ക്രൂശത്തിൽ ആണികളാൽ ക്രൂശിൽ സത്യത്തിൽ യേശുക്രിസ്തുവിനെ ക്രൂശിനോട് ചേർത്ത് നിർത്തിയത് ആണിയല്ല, അവന് നമ്മോടുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ നീതി എങ്ങനെ വെളിപ്പെട്ടു? ദൈവത്തിന്റെ നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആ നീതിയെയാണ് പ്രദർശിപ്പിക്കുന്നത്. ഇനി അടുത്ത വാക്യം നോക്കുക. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ബട്ട് ഗോഡ് കമാൻഡ് ഹിസ് ലവ് ടു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ തനിക്ക് നമ്മോടുള്ള മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. സോ ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ
സ്നേഹത്തിന്റെ പ്രദർശനമാണ്. അപ്പൊ തൊട്ടു മുമ്പ് നമ്മൾ വായിച്ചതാണ് നീതിയെ പ്രദർശിപ്പിക്കുന്നതാണ്. നീതിയെ പ്രദർശിപ്പിക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ വായിക്കാണ് സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇപ്പൊ ഇത് ഏതാണ് പ്രദർശിപ്പിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹത്തെയാണോ പ്രദർശിപ്പിക്കുന്നത്? ദൈവത്തിന്റെ നീതിയാണോ പ്രദർശിപ്പിക്കുന്നത്? ഇപ്പോൾ ഇവിടെയാണ് രണ്ടും പ്രദർശിപ്പിക്കുന്നത്. ദൈവത്തിന്റെ നീതിയും പ്രദർശിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹവും പ്രദർശിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവിടെയാണ് ഈ ദൈവത്തിന്റെ നീതി എന്നുള്ളതിനെ നമ്മൾ തെറ്റായി മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ നീതി തന്നെയാണ് ദൈവത്തിന്റെ സ്നേഹം. നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ? കാരണം ദൈവം നീതിമാനാകൊണ്ട് ഒരു പാപത്തെയും ശിക്ഷിക്കാതെ വിടത്തില്ലെന്നും എല്ലാ പാപത്തെയും ശിക്ഷിക്കുമെന്നും അങ്ങനെ എല്ലാ മനുഷ്യരുടെയും പാപത്തിനു വേണ്ടിയുള്ള ശിക്ഷയാണ് യേശു എന്ന ഒരു മനുഷ്യന്റെ മേൽ കൊടുത്തിരിക്കുന്നതെന്നും ഇപ്പോൾ കുരിശിൽ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ നീതിയാണെന്നും ആണ് ഈ വാക്യം വെച്ച് വ്യാഖ്യാനിക്കുന്നത്. മനസ്സിലായി? അപ്പൊ തന്നെ നമ്മൾ അത് ഏറ്റെടുക്കാനുള്ള സ്നേഹവും, അപ്പൊ സ്നേഹവും പ്രദർശിപ്പിക്കുന്നു, നീതിയും പ്രദർശിപ്പിക്കുന്നു. നോ അങ്ങനെയല്ലാതെ അത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു വായിക്കാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അടുത്തത്, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ, whom God has set forth to be propitiation through faith in his blood, to declare his righteousness for the remission of sins that are past through the forbearance of God. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മുൻകഴിഞ്ഞ പാപങ്ങളെ, മുൻകാല പാപങ്ങളെ ദൈവം എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? ദൈവം എന്ത് ചെയ്തെന്ന് പറഞ്ഞേ? ശിക്ഷിക്കാതെ വിട്ടു. അതെങ്ങനെ വിട്ടു? ഏത് അക്കൗണ്ട് വിട്ടു? ദൈവം തന്റെ പൊറുമയിൽ, മലയാളത്തിൽ അത്രേ ഉള്ളൂ, ഇൻ ഹിസ് ഫോർബിയറൻസ്, ദൈവത്തിന്റെ ദയാസാഗരത്തിൽ. ഇത് നമ്മൾ ഈ സൂത്താർ നമസ്കാരത്തിൽ പറയും, ദൈവമേ നിന്റെ കരുണാസമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുന്നു. മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിവുള്ളതല്ലോ. ഈ സന്ധ്യാസമയത്ത് സൂത്താർ നമസ്കാരം ചൊല്ലുന്ന സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ട് പരിചയമുണ്ട്. സന്ധ്യക്ക് വീട്ടിലിരുന്ന് പെന്തക്കോസ് രീതിയിൽ പ്രാർത്ഥിക്കുന്നവർക്കോ സീരിയൽ കാണുന്നവർക്കോ ഒന്നും ഇത് പരിചയമില്ല. അപ്പൊ നിങ്ങൾ ആ നമസ്കാരം ചൊല്ലുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, ഇത് യാക്കോബിന്റെ പോവൂസിയാന്ന് തോന്നുന്നു, അതിനകത്ത് ഉണ്ടെങ്കിലുണ്ട്, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യങ്ങളെങ്കിലും നിന്റെ കരുണാസമുദ്രത്തിന്റെ വലിപ്പത്തിങ്കൽ അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുന്നു. കമ്പയർ ചെയ്യാണ്. ഹോൾ ഹ്യൂമാനിറ്റിയുടെ ഓൾ പാപങ്ങളെ കൂട്ടിവെച്ചാലും ദൈവത്തിന്റെ കരുണാസമുദ്രവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് നമ്മുടെ നഖത്തിന്റെ ഇടയിൽ നിന്ന് ഉരുട്ടിയെടുത്ത ഒരു ചെളിയുടെ ഒരു ഇതുപോലെ ഉള്ളൂ. മനസ്സിലായി? നഖത്തിനിടയിൽ നമ്മൾ ചെളി എടുക്കത്തില്ലേ, അതുകൊണ്ട് ആ കടലിലിട്ട് അങ്ങനെ ഇരിക്കും. അടുത്ത വാക്യം പറയാണ്, മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിവുള്ളതല്ലോ. അപ്പൊ നമ്മുടെ പാപങ്ങൾ ഒരു കാരണവശാലും ദൈവത്തിന്റെ കരുണാസാഗരത്തെ കലക്കുവാനോ മലിനപ്പെടുത്തുവാനോ കഴിവുള്ളതല്ല. ഇതാണ് പൗലുസ്ലീ ഇവിടെ പറയുന്നത്. പൗലുസ്ലീ പറയാണ്, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ടു ഡിസ്പ്ലേ, ടു മാനിഫെസ്റ്റ് ഹിസ് റൈറ്റസ്നെസ്. അതെങ്ങനെ ഒക്കുന്നു? അപ്പൊ മുൻകഴിഞ്ഞ പാപങ്ങളെ ഓരോന്നിനെയും ദൈവം ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വാദത്തിന് ന്യായമുണ്ട്. ഇവിടെ പറയാണ് മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം. ശിക്ഷിച്ചിട്ടില്ല, ഇനി തിരിച്ചു വാദിക്കാം. അത് മുഴുവൻ പെനാൽറ്റി കുറിച്ചു വെച്ചിരിക്കുകയായിരുന്നു. കുറിച്ചു വെച്ചിട്ട് അവസാനം അതെല്ലാം കൂടെ പുത്രന്റെ മേൽ കൊണ്ടുവച്ചു. ഇതാണ് ഈ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് തിയറിക്കാർ വാദിക്കുന്നത്. എല്ലാവരുടെയും എല്ലാ പാപങ്ങളും കൂടെ കൊണ്ട് യേശുവിന്റെ മേൽ വെച്ചു.
ഇവിടെ അതല്ല അത് പറയുന്നത്. അവിടെ പറയുകയാണ്, ന്യായപ്രമാണം കൂടാതെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നെന്നും അത് യേശുക്രിസ്തുവിന്റെ വിശ്വാസം മൂലമാണെന്നും അത് മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം ശിക്ഷിക്കാതെ വിട്ടത് തന്റെ പൊറുമ കൊണ്ടാണെന്നും, ഔട്ട് ഓഫ് ഹിസ് ഫോർബിയറൻസ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദയയാണ്, ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അതിനെ തന്നെയാണ് ദൈവത്തിന്റെ നീതി എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ നീതി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നീതി ദൈവത്തിന്റെ സ്നേഹം തന്നെയാണ്. അതാണ് ദൈവത്തിന്റെ നീതി. ഇത് മനസ്സിലാണെങ്കിൽ ഈ സാധാരണ പെട്ടെന്ന് പിടികിട്ടത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഹൃദയം മുഴുവൻ പ്രതികാര ചിന്ത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ, മനുഷ്യനെ സംബന്ധിച്ച് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ്. റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പ്രതികാര നീതിയാണ്. പ്രതികാരം ചെയ്യണം. പ്രതിപകര നീതിയാണ്. അപ്പൊ ദൈവവും അങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കാം. ദൈവത്തിന്റെ നീതി റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ്. റിസ്റ്റോറേറ്റീവ് ആണ്, റിസ്റ്റോറേഷൻ. ഇപ്പൊ അതുകൊണ്ടാണ് യേശുക്രിസ്തു ഉപമ പറഞ്ഞ ഇളയ പുത്രൻ ദൂരത്തിൽ നിന്ന് വരികയാണ്. വേശ്യാഗൃഹത്തിൽ നിന്ന്, പന്നിക്കൂട്ടിൽ നിന്ന്, ചൂതാട്ട കേന്ദ്രത്തിൽ നിന്ന് സകലതും നഷ്ടപ്പെടുത്തിയവനായി, മലിനനായി, അഴുക്കുള്ളവനായി, വെറുക്കപ്പെടേണ്ടവനായി. അപ്പൊ അവിടെ എന്തില്ല? നോ പെനാൽറ്റീസ്. ആക്സെപ്റ്റൻസ് ആണ്. ഈ നീതിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് മൂത്ത ജ്യേഷ്ഠന്റെ പരാജയം. ജ്യേഷ്ഠന്റെ തലയ്ക്കകത്തിരിക്കുന്ന നീതി, റൈറ്റിയസ്നെസ്, നീതിബോധം. എന്ത് നീതിബോധമാണ്? റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ്. അപ്പന്റെ ഹൃദയത്തിലെ നീതി എന്താണ്? റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് ആണ്. ഇപ്പൊ റിസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൽ നോ പെനാൽറ്റീസ്. യു ആർ അക്സെപ്റ്റഡ്, യു ആർ എംബ്രേസ്ഡ്, യു ആർ വെൽക്കംഡ്. അപ്പൊ അവിടെ മ്യൂസിക് ആരംഭിക്കുന്നു, ഡാൻസ് ആരംഭിക്കുന്നു, സെലിബ്രേഷൻ ആരംഭിക്കുന്നു, ഫീസ്റ്റ് ആരംഭിക്കുന്നു. വാട്ട്? നോ പെനാൽറ്റീസ്. കുറ്റപത്രമായനയില്ല, കുറ്റവിചാരണയില്ല, സാക്ഷി വിസ്താരമില്ല, ശിക്ഷ വിധിക്കലുകളില്ല, ശിക്ഷ നടപ്പാക്കലുകളില്ല, സ്വീകരണം മാത്രം. ഞാനില്ല ഈ കളിക്ക്. കാരണം നമ്മുടെ ജഡം, നമ്മൾ എന്തിനു വേണ്ടി വാദിക്കുന്നു അത് നമുക്ക് തന്നെ ഭവിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. ഒത്തിരി ആളുകൾ എന്നോട് തർക്കിക്കുന്നുണ്ട്, എന്നോട് വഴക്ക് പിടിക്കുന്നുണ്ട്. അവര് ചിന്തിക്കുന്നില്ല അവരുടെ ഗതി എന്താവുന്നു. ഞാൻ ചത്താലും വേണ്ടിയല്ല, അവനായിട്ട് അടി കൊള്ളണം. അപ്പൊ അതിന് യേശു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം, ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് 10,000 പവൻ കടമുണ്ടായിരുന്നു. ഇപ്പൊ ഇവൻ ചെന്നിച്ച് ഈ കടം കൊടുക്കാനുള്ള യജമാന്റെ അടുത്ത് നിന്ന്, എന്റെ യജമാനെ എനിക്ക് യാതൊരു നിവൃത്തിയില്ല ഇത് വീട്ടാൻ. 10,000 സോവറിൻസ്. യജമാനൻ പറഞ്ഞു, ഓക്കെ, റൈറ്റ് ഓഫ് ചെയ്തേക്കാൻ മതി, പോ, ഫ്രീ ആയിട്ട്. ഇവൻ ചോദിച്ചു, വെറുതെ പോകോ, കടം വീട്ടുണ്ട്, പോകോ ഗോ. ഇവൻ അവിടുന്ന് കടം മോചനമൊക്കെ പ്രാപിച്ച് തീ പോലെ ഇറങ്ങണമേ എന്നൊരു പാട്ടൊക്കെ പാടി ഇങ്ങനെ വരിക. വരുമ്പോ ഒരു പാവപ്പെട്ടവൻ എതിർവശത്തോട് വരും. പണ്ടങ്ങാണ്ട് ഇവന്റെ ഒരു 100 രൂപ കടം മേടിച്ചിട്ടുണ്ട്, 100 വെള്ളിക്കാശ്. മറ്റേ 10,000 സ്വർണ്ണനാണയാണ് ഈസിക്ക് ഇവന് വീട്ടിൽ കിട്ടി. ഇവിടെ നിൽക്കടേ എന്ന് പറഞ്ഞപ്പോ ഇവനെ കണ്ടപ്പോ ഒന്ന് ഓടാനൊരു വിപല ശ്രമം അവൻ നടത്തി. അവൻ ആ കൊട്ട അവിടെ ഇട്ടിട്ട് ആ വാഴത്തോട്ടത്തിൽ കൂടെ ചാടി ഓടാൻ നോക്കിയപ്പോഴേക്കും ഇവൻ എന്ത് ചെയ്തു? ഇവൻ ആ സൈക്കിള് അവിടെ ഇട്ടിട്ട് ഓടി അവനെ പിടിച്ചു, കുനിച്ചു നിർത്തി. എവിടെയാടാ എന്റെ 100 വെള്ളിക്കാശ്? അയ്യോ, ഞാൻ തരാം, നോ 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 നോ, ഇപ്പൊ നീ തരണം. അങ്ങനെ അവനെ ഇടിക്കാൻ തുടങ്ങി. കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കുകയാണ്. ഇത് കണ്ടോണ്ട് നിന്ന് ആരോ ചെന്ന യജമാനോട് പറഞ്ഞു, ഇവിടുന്ന് ഇപ്പൊ 10,000 പവൻ ഇളച്ച് മേടിച്ചോണ്ട് പോയി ഒരുത്തൻ അവിടെ അവന് പണ്ടൊരു 100 വെള്ളിക്കാശ് കൊടുക്കാനുള്ളവനെ കണ്ട് കുനിച്ചു നിർത്തി അവിടെ ഇടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. യജമാനൻ കോപിച്ചു, വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു, അവനെടുത്ത് അങ്ങ് ഇട്ടേക്കാൻ പറഞ്ഞു, ജയിലിലോട്ട്. യേശു ഒരു കഥ പറഞ്ഞ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണമെന്നുള്ളതാണ്. സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം. അപ്പൊ ഇതാണ്
ഈ നമ്മൾ ഈ അകത്ത് നിൽക്കുന്ന ആളുകളുടെ, ദൈവത്തെ സ്തുതിക്കുന്ന ആളുകളുടെ ബോധം നീതിബോധമായിരിക്കണം. ഏത് നീതിബോധം? ദൈവനീതിബോധം. ദൈവം എന്നെ സൗജന്യമായി, എങ്ങനെയാണ്? ന്യായപ്രമാണം കൂടാതെ തന്റെ പൊറുമയിൽ എന്റെ പാപങ്ങളെ ഇളച്ചിരിക്കുന്നു. ഐ ആം റിഡീംഡ്. ഹൗ? നോട്ട് ബിക്കോസ് ഓഫ് മൈ ഫെയ്ത്ത്, ബട്ട് ബിക്കോസ് ഓഫ് ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ വിശ്വാസം മൂലം ഞാൻ കൃപയാൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലേ? സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി, അയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയെന്നറിയുന്നു, സർവ കടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം, നിന്നെ വിളി. തോമാച്ചൻ ജോസ് ചോദിച്ചിരിക്കുന്നത്, പാസ്റ്ററെ മുൻകാല പാപങ്ങൾ മാത്രമേ മായ്ക്കപ്പെടുകയുള്ളൂ? ഭാവികാല പാപങ്ങൾ ഓൾറെഡി മായ്ക്കപ്പെട്ടിരിക്കുകയാണ് തോമാച്ചൻ ജോസ്. അത് ഈ ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് തോമാച്ചൻ ജോസിന് അറിഞ്ഞുകൂടായോ? ജസ്റ്റിഫിക്കേഷൻ, ഞാനൊരു ഉദാഹരണം എപ്പോഴും പറയുന്നത്, നിങ്ങൾ മൈക്രോസോഫ്റ്റ് വേർഡ്, MS വേർഡ് ഉണ്ടല്ലോ, നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. MS വേർഡ് ഉപയോഗിക്കുന്നവർക്കറിയാം, അത് നമ്മൾ ഈ ടൈപ്പ്, ഒരു റണ്ണിങ് മാറ്റർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 6 ആയിട്ടൊക്കെ ഈ മാർജിൻ ഒന്നും കറക്റ്റ് അല്ല, അലൈൻമെന്റ് കറക്റ്റ് അല്ല, നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക. അതിന്റെ മുകളിലൊരു, ഇപ്പോഴത്തെ MS വേർഡ് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് വേർഷൻ ഒന്നും ഞാനിപ്പോ അതൊന്നും ഉപയോഗിക്കാറില്ല. പണ്ട് ഉപയോഗിക്കാറുണ്ട്, ഇപ്പൊ എനിക്കറിയത്തില്ല, പുതിയ ഒത്തിരി വേർഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പഴയ MS വേർഡിൽ അതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ എന്നൊരു കമാൻഡ് ഉണ്ട്. ആ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളൊരു കമാൻഡെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടപ്പെന്ന് വേണ്ട ഈ 6 ആയിട്ടും കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്ന ഈ മാറ്റർ നല്ല രണ്ട് സൈഡിൽ നല്ല കറക്റ്റ് മാർജിനായിട്ടും വരും. വൺസ് വി അപ്ലൈ ദാറ്റ് ജസ്റ്റിഫിക്കേഷൻ, പിന്നീട് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ എവിടെ കൊണ്ട് എങ്ങനെയൊക്കെ ടൈപ്പ് ചെയ്താലും കറക്റ്റ് അലൈൻമെന്റിലേ വരുള്ളൂ. ആ ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത മാറ്ററിന് മാത്രമല്ല, ഇനിയും ഭാവിയിൽ ടൈപ്പ് ചെയ്യാൻ പോകുന്നതിനും കൂടെ ബാധകമാണ്. അപ്പൊ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റിലേക്ക് മാത്രമല്ല, ഫ്യൂച്ചറിലേക്ക് പോവാണ്. ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആസ് ഇഫ് ഐ ഹാവ് നെവർ സിൻഡ്. ജസ്റ്റിഫൈഡ് എന്നതിന് ഒരു ദേവദാസൻ എക്സ്പാൻഡ് ചെയ്തതാണ്. ജസ്റ്റ് ആസ് ഇഫ് ഐ ഹാവ് നെവർ സിൻഡ്, നീ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല എന്ന വിധത്തിൽ നീ എന്ത് ചെയ്തിരിക്കുന്നു? ഡിക്ലെയർ റൈറ്റ്യസ്നെസ്. അപ്പൊ ഇതാണ് ജസ്റ്റിഫിക്കേഷൻ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞേ? ഫ്രീലി, വിതൗട്ട് ദ ലോ, through the faith of Jesus Christ. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ ഇത് സൗജന്യമായി. ഇതിനെയാണ് പ്രദർശിപ്പിക്കുന്നത്, മറ്റേ സ്റ്റോറി അല്ല, ഇതിനെയാണ് പ്രദർശിപ്പിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഈ ചിന്തിക്കും, അയ്യോ, അതുകൊണ്ടാണ് ഈ പറയുന്നത്, മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിവുള്ളതല്ലോ. മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിവുള്ളതല്ല. എന്നാ കലക്ക്, കലങ്ങിയില്ല എന്നുള്ളത്, കലക്ക്, നല്ലപോലെ കലക്കി നോക്ക്. അപ്പൊ ഈ സമുദ്രം അല്ല, ഇവരെ സംബന്ധിച്ച് ദൈവത്തിന്റെ സ്നേഹം ഒരു ചിരട്ടയിലെ വെള്ളമാണ്, അത് ചെളി കൊണ്ട് കലങ്ങും. പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തെ ആരാഞ്ഞറിഞ്ഞ പിതാക്കന്മാർ പറയുന്നു അത് വലിയ സമുദ്രമാണ്, കരുണാസമുദ്രം. നിന്റെ കരുണാസമുദ്രത്തിങ്കൽ ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമാണ്. നമ്മൾ നിഷേധിക്കുന്നില്ല, പാപങ്ങൾ അസംഖ്യമാണ്, എങ്കിലും അത് എങ്ങനെ ഇരിക്കുന്നു? കമ്പയർ ടു ദ ഓഷ്യൻ ഓഫ് ഹിസ് ലവ്. ദൈവത്തിന്റെ സ്നേഹം എന്ന മഹാസാഗരത്തെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതെന്താണ്? ദാറ്റ്സ് നത്തിങ്. അതിനൊരിക്കലും ഇതിനെ കലക്കുവാൻ കഴിവുള്ളതല്ല. അതുകൊണ്ടാണ് സങ്കീർത്തന, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനുണ്ട്, 85 സങ്കീർത്തനം, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സാം. അതിനകത്ത് പറയാണ്, mercy and truth are met together. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു,
നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. അടുത്ത നിങ്ങൾ നോക്കണം, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറയുന്നത്. ഈ നീതി എന്ത് നീതിയാണെന്നറിയോ? റിസ്റ്ററേറ്റീവ് ജസ്റ്റിസ്. റിസ്റ്ററേറ്റീവ് ജസ്റ്റിസ് ആണ്, അല്ല റീട്രിബ്യൂട്ടീവ് അല്ല. ഇതിനെ മുഴുവൻ തകർക്കാൻ, നശിപ്പിക്കുവാൻ, ശിക്ഷിക്കുവാൻ. അതുകൊണ്ടാണ് ആ പിതാവിന്റെ ആ ചിത്രം യേശുക്രിസ്തു നമ്മളെ വരച്ച് കാണിച്ചത്. ആ റിസ്റ്ററേഷനാണ് ക്രിസ്തു യേശുവിൽ നടക്കുന്നത്. ആ റിസ്റ്ററേഷൻ ക്രിസ്തുവിൽ നടന്നു. അതാണ് പൗലോസ് ശ്ലീഹ ഈ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. ദാറ്റ്സ് ദ റിസ്റ്ററേഷൻ, അൾട്ടിമേറ്റ് ആൻഡ് പെർഫെക്റ്റ് റിസ്റ്ററേഷൻ. ഈ റിസ്റ്ററേഷനാണ് ക്രിസ്തുവേശുവിൽ സംഭവിക്കുന്നത്. അപ്പൊ അതിന് ക്രിസ്തുവേശുവിന്റെ മരണം അത്യന്താപേക്ഷിതമല്ല. അതിന് ക്രിസ്തുവിനെ അവർ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ സ്വീകരിക്കുവാൻ അവർക്ക് മനസ്സായില്ല. അവർക്ക് മനസ്സാകാഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം. ഫോർ ഗോഡ് സെൻഡ് ഹിസ് സൺ. ദൈവം തന്റെ പുത്രനെ അയച്ചു. ബിക്കോസ് ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ആൻഡ് സെൻഡ് ഹിസ് സൺ. ദൈവം തന്റെ പുത്രനെ അയച്ചു. യേശു കർത്താവ് പറഞ്ഞ ഉപമയിലും എങ്ങനെയാണ് പറഞ്ഞത്? ഒരു മനുഷ്യന് തൻ്റെ എസ്റ്റേറ്റിലേക്ക് ഭൃത്യന്മാരെ ഓരോരുത്തരെ അയച്ചു. ചിലരെ കൊന്നു, ചിലരെ അടിച്ചോടിച്ചു, ആരെയും വകവെച്ചില്ല. അവസാനമായ യജമാനൻ സ്വന്തം പുത്രനെ അയച്ചു. തൻ്റെ പുത്രനെ അവർ മാനിക്കും എന്ന് പ്രതീക്ഷിച്ചു. നിങ്ങൾ ആ ഉപമ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തൻ്റെ പുത്രനെ അവർ മാനിക്കും എന്ന് പ്രതീക്ഷിച്ചു. ഇപ്പൊ പെർഫെക്റ്റ് വേ എന്ന് പറയുന്നത് എന്തായിരുന്നു? യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. മനസ്സിലായി? യേശുവിനെ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ്, ബിക്കോസ് ഓഫ് ദെയർ ഇഗ്നോറൻസ്, ബിക്കോസ് ഓഫ് ദെയർ അൺവില്ലിങ്നെസ്. സന്നദ്ധരല്ലായിരുന്നു അവർ. ആ സന്നദ്ധത ഇല്ലാത്തത് കൊണ്ട്, ജ്ഞാനികളല്ലാത്തത് കൊണ്ട്, വിശ്വാസികളല്ലാത്തത്, വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർ യേശുവിനെ ക്രൂശിച്ചു. നിങ്ങൾ ആ ഉപമ, യേശുവിന്റെ ആ ഉപമ വായിച്ചിട്ടില്ല? അപ്പൊ അതാണ് ഫോർ ഗോഡ് സെൻഡ് ഹിസ് സൺ ഔട്ട് ഓഫ് ഹിസ് ലവ്. ദൈവസ്നേഹത്തിൽ നിന്ന്. സോ ദിസ് ഈസ് ട്രൂ ഗോസ്പൽ. നിങ്ങൾ ഈ ട്രൂ ഗോസ്പൽ പറഞ്ഞെങ്കിൽ ആളുകൾക്ക് ഈ ഗോസ്പൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ പ്രാകൃതമായ, ഗോത്രീയമായ, യുക്തി വിരുദ്ധമായ ആശയമാണ് പലപ്പോഴും സുവിശേഷം എന്ന രീതി പറയുന്നത്. അത് ഈ പെന്തക്കോസ്ത് കോമാളികൾ ലോകത്ത് പറഞ്ഞു വരുത്തുകയാണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളത് ആൻസലാം എന്ന് പറഞ്ഞ ആളുടെ സാറ്റിസ്ഫാക്ഷൻ തിയറിയെ മോഡിഫൈ ചെയ്ത് ലീഗൽ ഫ്രെയിംവർക്ക് കൊടുത്ത് PSAT തിയറി എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ടാക്കി അവതരിപ്പിച്ചതാണ്. അത് അവതരിപ്പിച്ച് കുറെ നാളൊക്കെ സക്സസ് ആയിട്ട് ഓടി. അത് ഓടിയ സകല സ്ഥലത്തും ക്രിസ്ത്യാനിറ്റി തകർന്ന് തരിപ്പണമായിപ്പോയി, അൺചർച്ച്ഡ് ആയിപ്പോയി ജനം. അവിടെയുള്ള പള്ളികളൊക്കെ ഇന്ന് ബാറുകള്, മോസ്കുകള്, നീന്തൽക്കുളങ്ങള്, ഫുഡ് കോർട്ടുകള്, ഹിന്ദുക്കളുടെ ടെമ്പിളുകളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ്? യുക്തിരഹിതമായ, അടിസ്ഥാനമില്ലാത്തതായ ഈ അബദ്ധം പറഞ്ഞതുകൊണ്ട്. 2000 വർഷം മുമ്പ് ഒരു മനുഷ്യൻ മരിച്ചതുകൊണ്ട് അത് നിങ്ങളുടെ പാപമാണ് അവിടെ ചുമന്നതെന്നും നിങ്ങൾക്ക് പകരം മരിച്ചെന്നും ഒക്കെ പറഞ്ഞു വരുത്തിയത് ആളുകൾക്ക് യുക്തിയിൽ, ബുദ്ധിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതായതുകൊണ്ട് യുക്തിവിരുദ്ധമായ ഈ അബദ്ധത്തെ അവർ എന്ത് ചെയ്തു? അവർ നിരാകരിച്ചു കളഞ്ഞു. ഇനി യേശുക്രിസ്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയമുണ്ട്.
തൻ്റെ ഈ കുരിശു മരണത്തെക്കുറിച്ച് യേശുക്രിസ്തു മുൻകൂട്ടി പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. ആ വാക്യം ചില ആളുകൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്. എങ്കിലും എനിക്കൊരു സ്നാനമേൽക്കാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഈ ഒരു വാക്യമാണ് ലൂക്കാ സുവിശേഷം 12:50. എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഇതെന്താണ്? യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് യേശു തന്നെ പറയുന്നതാണ്. അതിനൊരു സ്നാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കുരിശു മരണത്തെ. പാപമോചനത്തിനുള്ള മാമോദീസ എന്ന് നമ്മൾ പറയത്തില്ലേ, യഥാർത്ഥത്തിൽ ജോർദാനിൽ യേശു സ്നാനപ്പെട്ടതാണ്. ജോർദാനിൽ യേശു സ്നാനപ്പെടുമ്പോൾ പിതാവ് സ്വർഗത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ അരുളി ചെയ്യുകയും പരിശുദ്ധ റൂഹ പ്രാവെന്ന ദേഹരൂപത്തിൽ അവന്റെ മേൽ ആവസിക്കുകയും ചെയ്തു. യേശു കുരിശിൽ മരിച്ചപ്പോ പിതാവ് വന്നിട്ട് ഇത് വെരി ഗുഡ്, ദിസ് ഈസ് വെരി ഗുഡ്, അടിപൊളിയായിട്ടുണ്ട്, പരിശുദ്ധാത്മാവിലെ ചിറകടിച്ച് ഇങ്ങനെ കുരിശിന് ചുറ്റും ഇങ്ങനെ നടക്കൊന്നും ചെയ്തിട്ടില്ല. സോ റിയൽ ബാപ്റ്റിസം ഐഡന്റിഫൈയിങ് വിത്ത് ദ പീപ്പിൾ, വിത്ത് ദ സിന്നേഴ്സ്, വിത്ത് ദ ലോസ്റ്റ്, നഷ്ടപ്പെട്ടവരോടുകൂടെ. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളായിരുന്നു ദനഹ. ഇപ്പോഴല്ല, ഇപ്പൊ ദനഹ പെരുന്നാൾ എന്താണെന്ന് പോലും പലർക്കും അറിയത്തില്ല. ഈ അടുത്ത കാലത്ത് ഈ ദനഹ പെരുന്നാൾ ഈ ജനുവരിയിൽ ഉണ്ടായിരുന്നപ്പം ഞാൻ ആരും കളിയാക്കാനല്ല കേട്ടോ, സുറിയാനി സഭയിലെ അംഗങ്ങളിൽ തന്നെ ചിലര് അത് മാതാവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പെരുന്നാളല്ലേ എന്ന് ക്ലബ് ഹൗസ് ഇരുന്ന് ചോദിച്ചു. ഞാനത് കേട്ടതാ. അപ്പൊ ഇവരെ സംബന്ധിച്ച് അപ്പൊ അതിന്റെ അത്രയും എന്തായി നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്നും ദൈവശാസ്ത്ര ബോധ്യങ്ങളിൽ നിന്നും ലോകവീക്ഷണങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോയി എന്നുള്ളതാണ്. അപ്പൊ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പെരുന്നാൾ ദനഹ പെരുന്നാളായിരുന്നു. കാരണം അതായിരുന്നു കാഴ്ചപ്പാട്, പൗരസ്ത്യ ദർശനം അതായിരുന്നു. കാരണം ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് വന്ന് പാപികളോട് താതാത്മ്യപ്പെട്ടു. അപ്പൊ പാപികളോടുള്ള ആ താതാത്മ്യപ്പെടലിൽ നമ്മൾ ദൈവത്തിന്റെ ബന്ധുത്വത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അബ്രഹാമിന്റെ കുടുംബത്തിലെ അംഗമായി മാറുക, ബീയിങ് എ മെമ്പർ ഓഫ് എബ്രഹാംസ് ഫാമിലി എന്നുള്ളത് അതാണ് കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ആകയാൽ നമ്മൾ ക്രിസ്തുയേശുവിന്റെ വിശ്വാസ നിമിത്തം ഇപ്പോൾ അബ്രഹാമിന്റെ മക്കളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവ് ആരാണ്? അബ്രഹാമാണ്. അല്ലേ? അതെങ്ങനെയാ അങ്ങനെ വരുന്നത്? ഈ പഴയ നിയമവും വേണ്ട, നമുക്ക് ഈ ന്യായപ്രമാണം ഇല്ലെങ്കിൽ, പക്ഷെ അബ്രഹാമിന്റെ മക്കളാകുന്നത് എങ്ങനെയാ? അബ്രഹാമിനെ മുൻകൂട്ടി അറിയിച്ചതും. ഗ്ലോറിയസ് ഗോസ്പലിന്റെ തീം സോങ് തന്നെ അതാണ്. ഇറ്റ്സ് ഗുഡ് ന്യൂസ്, ഇറ്റ്സ് അനൗൺസ്ഡ് ടു ഏബ്രഹാം. അപ്പൊ ഏബ്രഹാമിന്റെ കുടുംബത്തിലെ അംഗമാകുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. അതാണ് യേശുക്രിസ്തു പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. പൗലോസ് എഴുതിയിരിക്കുന്ന നമ്മൾ വിശ്വാസത്താൽ ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ നീതി നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ എന്തായി തീർന്നിരിക്കുന്നു? വിശ്വാസികൾ ഇപ്പോൾ അബ്രഹാമിന്റെ മക്കളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അബ്രഹാമിന്റെ മക്കൾ വിശ്വാസികൾ. അപ്പൊ വിശ്വാസികളുടെ പിതാവ് അബ്രഹാമാണ്, വിശ്വാസത്തിന്റെ നായകൻ യേശുവാണ്. ഫാദർ ഓഫ് ഓൾ ബിലീവേഴ്സ്. ആ റൈറ്റ്യസ്നെസ് ആണ് അബ്രഹാമിന്റെ അനുഗ്രഹം, ദ ബ്ലെസ്സിങ്സ് ഓഫ് എബ്രഹാം. അബ്രഹാമിന്റെ അനുഗ്രഹമാണ് ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് കൈവന്നിട്ടുള്ളത്. എന്താണ് അബ്രഹാമിന്റെ അനുഗ്രഹം? ജസ്റ്റിഫിക്കേഷൻ, അല്ലെ? ജസ്റ്റിഫിക്കേഷൻ ത്രൂ ഫെയ്ത്ത് വിതൗട്ട് ലോ. ന്യായപ്രമാണം ഇല്ലാതെയുള്ള നീതീകരണം. ഇപ്പൊ ന്യായപ്രമാണത്തിലൂടെയുള്ള നീതീകരണമാണ് ഈ PSAT-ക്കാര് പ്രസംഗിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പാപത്തിന് ശിക്ഷ കൊടുക്കണം. പാപത്തിന്റെ ശിക്ഷ കൃത്യമായിട്ട് കൊടുത്ത് പ്രമാണപ്രകാരമുള്ള നീതീകരണം, അതായത് ഈ പാപത്തിന്, അതായത് നമ്മുടെ എല്ലാം പാപത്തിനുള്ള ശിക്ഷ ആ പാപം യേശുവിന്റെ മേൽ വെച്ച് അടിച്ച് മുറിച്ച് കുത്തി കടിച്ച് പണി നടത്തി നമ്മൾ നീതി മേടിച്ചു. നോ, ന്യായപ്രമാണം കൂടാതെയുള്ള നീതീകരണം,
That is what Abraham obtained. We are connected to Abraham, not to Moses. നമ്മൾ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ മോശയോട് ബന്ധിക്കപ്പെടുകയല്ല. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ അബ്രഹാമിന്റെ അനുഗ്രഹത്തെ പ്രാപിക്കുകയാണ്. ഇവനും അബ്രഹാമിന്റെ മകനാണ്, അതിനാൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. അബ്രഹാമിന്റെ സന്തതി. യേശുക്രിസ്തു യഹൂദന്മാരോട് പറയുന്നത്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്ന് അഹങ്കരിക്കരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഈ കല്ലുകളെന്ന് ജാതികളെന്ന് വിളിക്കുന്നത്. വിജാതീയരിൽ നിന്നെല്ലാം ഇപ്പോൾ എന്ത് ചെയ്യും? അബ്രഹാമിന് മക്കളായി. അതാണ് ധനവാന്റെ ലാസറിന്റെ ഉപമ പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, ലാസർ മരിച്ചു, അവർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നൗ ഹി ഈസ് സിറ്റിംഗ് ഇൻ ദ ബോസം ഓഫ് എബ്രഹാം. ഹി ബിലോങ് ടു ദ എബ്രഹാമിക് ഫാമിലി. നൗ ഹി ക്യാരി ദ ഇമേജ് ഓഫ് ഗോഡ്. ഇതെങ്ങനെ സംഭവിച്ചു? അബ്രഹാമിന്റെ കുടുംബത്തിലേക്കാണ് മാറുന്നത്. ഈ അബ്രഹാമിന്റെ കുടുംബത്തിലേക്ക് എങ്ങനെയാണ് മാറുന്നത്? അതൊരു ഉപമയാട്ടോ. ഈ ധനവാന്റെ ലാസറിന്റെയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞു, ഈ ധനവാൻ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ സൂചിപ്പിക്കുന്നതാണ്. ധൂമ്രവസ്ത്രവും പട്ടും എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിന്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ പൗരോഹിത്യ രാജ്യത്വമുള്ള യഹൂദൻ ജാതികളെ വെറും നായ്ക്കളെ പോലെ കാണുകയാണ്. അതുകൊണ്ടാണ് ജാതീയ സ്ത്രീയെ നായ്ക്കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നില്ല എന്നൊക്കെ യേശുക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ടാണ് നായ്ക്കൾ വ്രണം നക്കുന്ന ലാസർ എന്ന് ജാതികളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ജെറുസലേമിന്റെ തകർച്ചയോടുകൂടെ യഹൂദൻ ചിതറപ്പെട്ടപ്പോൾ വിജാതിയർ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഏറ്റെടുക്കുമ്പോൾ ഈ വിജാതിയർ മുഴുവൻ എന്തായി മാറുകയാണ്? അബ്രഹാമിന്റെ മക്കളായി മാറുകയാണ്. അബ്രഹാമിന്റെ വഴിയിലിരിക്കുകയാണ്. യഹൂദരോ ദൈവാലയമില്ല, വാഗ്ദത്തമില്ല, പ്രവചനമില്ല, ആരാധനയില്ല, യാഗമില്ല, അസ്തിത്വമില്ല. അവർ അലഞ്ഞു തിരിയുകയാണ്. അതാണ് തീച്ചൂള. ഈ ധനവാൻ കിടക്കുന്ന തീച്ചൂള. അല്ലാതെ ചത്ത് കഴിയുമ്പോൾ ആളുകളെ കൊണ്ട് തീച്ചൂളയിൽ ഇടുമെന്ന് ഇങ്ങനെ കുറെ ആളുകൾ ഇതൊക്കെ പ്രസംഗിച്ച് നടക്കുന്നത്. നോ, ഇറ്റ് വാസ് എ പാരബിൾ. യേശുക്രിസ്തു എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പാരബിളാണ് പറഞ്ഞത്. ഇതൊന്നും ശരിയായ പ്രസംഗമില്ലാത്തത് കൊണ്ടാണ് ആളുകൾ മറ്റേ രീതിയിലെല്ലാം ഇത് ധനവാൻ തീക്കാത്ത് കിടക്കൊന്നും, നമ്മളും ചത്ത് കഴിയുമ്പോൾ കുറെ പേര് തീക്കാത്ത് പോകുന്നു, കുറെ പേര് അബ്രഹാമിന്റെ മടിയിൽ പോയിരിക്കുന്നവനോ. അബ്രഹാം ഫാമിലിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ചേർക്കപ്പെടുക. നൗ യു ആർ എ മെമ്പർ ഓഫ് എബ്രഹാംസ് ഫാമിലി. നമ്മൾ ചില കുടുംബങ്ങളൊക്കെ ഉള്ളു, ഇന്ന കുടുംബം, വലിയ വലിയ കുടുംബങ്ങൾ, അഭിമാനകരമായ. അതുപോലെ അപ്പൊ അബ്രഹാമിന്റെ ആ കുടുംബത്തിൽ നമ്മൾ അംഗമാണ് എന്നൊക്കെ പറയുന്നത് പോലെ വിശ്വാസത്താൽ അബ്രഹാമിന്റെ കുടുംബത്തിലേക്ക് നമ്മൾ അംഗങ്ങളായി തീരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ യേശുക്രിസ്തു കുരിശിൽ മരിക്കാൻ പോകുന്ന ഈ കാര്യം എന്താണെന്നാ പറഞ്ഞേ? ഒരു ബാപ്റ്റിസം ആണെന്നാണ് പറഞ്ഞത്. ബാപ്റ്റിസമാണ് കുരിശുമരണം. മനസ്സിലായോ? ഇനി വേറൊരു സീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്നു. അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാൻ വരം നൽകണം എന്ന് അവൻ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. ഇതാണ് യേശുവിന്റെ ക്രൂശ് മരണം. ദ കപ്പ് ആൻഡ് ബാപ്റ്റിസം. പാനപാത്രം സൂചനയുണ്ടല്ലോ, പിതാവ് ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. ഈ മരണം എന്ന് പറയുന്നത് പാനപാത്രമാണ്, സ്നാനമാണ്, രണ്ട് അനാൽജിയാണ്. കപ്പ് ആൻഡ് ബാപ്റ്റിസം. ഇപ്പൊ നോക്ക്, യേശു ഇവരോട് ചോദിക്കുകയാണ്, can you drink of the cup which I drink? Can you be baptized with the baptism that I am baptized with? ഞാൻ സ്നാനപ്പെടുന്ന ആ സ്നാനം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? കഴിയുമെന്ന് അവർ പറഞ്ഞു. കഴിയും എന്നവർ പറഞ്ഞു. ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്. അപ്പൊ യേശു പറഞ്ഞു, ഉന്നാലെ മുടിയാത് തമ്പി. അങ്ങനെ യേശു പറഞ്ഞു. യേശുവിന്റെ മറുപടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ കേൾക്ക്. യേശു അവരോട്,
ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും. നിശ്ചയം ഉറപ്പായിട്ടും നിങ്ങൾ അത് കുടിക്കും, ഉറപ്പായിട്ടും നിങ്ങൾ ആ സ്നാനം വെക്കും എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് പേരുടെ ജീവിതത്തെക്കുറിച്ചാണ്. യാക്കോബ് രക്തസാക്ഷിയായി, ആ പാനപാത്രം കുടിച്ചു, ആ സ്നാനം വെച്ചു. പക്ഷെ യോഹന്നാൻ രക്തസാക്ഷിയായില്ല. പക്ഷെ യേശു പറഞ്ഞില്ല നിശ്ചയമായും കുടിക്കുമെന്ന്. അപ്പം മരണമല്ലത്, ലൈഫ് ഒഴുക്കിക്കളയുക, ലൈഫിലെ കഷ്ടതയാണ്, ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരു അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ അതിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തിയും മാത്രമല്ല, പൂർണ്ണ സഹിഷ്ണുതയും കഷ്ടതയും അവിടെ പറയുന്നുണ്ട്. പൂർണ്ണ സഹിഷ്ണുതയും കഷ്ടതയും പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് യേശു ചോദിച്ചപ്പോൾ അവർ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തു അതിനെ നിരാകരിച്ചില്ല. ഇല്ലില്ല, എൻ്റെ മരണം എന്ന് പറഞ്ഞാൽ വളരെ യുണീക്ക് ആയിട്ടുള്ള മരണമാണ്, അത് എനിക്ക് മാത്രമേ അങ്ങനെ മരിക്കാൻ പറ്റത്തുള്ളൂ, അത് പാപമില്ലാത്ത ഞാൻ മരിക്കുമ്പോഴാണ് ശരിയാകുന്നത്. അങ്ങനെയാണോ പറഞ്ഞേ? അത് നിങ്ങൾ ഏക്കുമെന്ന് പറഞ്ഞു. ഇനി പൗലോസ്ലീഹ പറയുന്ന നോക്ക്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കും. ഇങ്ങനെ പൗലൂസിന്റെ കഷ്ടത കൊണ്ടാണോ ഇപ്പൊ രക്ഷ കിട്ടിയത്? ആണ്. കാരണം ക്രിസ്തുവിന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന പാത്രങ്ങൾ അഫ്ലിക്ഷൻസ്, കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. അതാണ് ഇപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തെ യേശുക്രിസ്തു ലോകത്തിന് പ്രദർശിപ്പിച്ചപ്പോൾ ആ യേശുക്രിസ്തു ജഡശരീരത്തിൽ ആ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. തുടർന്ന് യോഹന്നാനും യാക്കോബും പത്രോസും ഇപ്പൊ നോക്ക് അവസാനം വന്ന പൗലൂസും ഒക്കെ അതേ കഷ്ടങ്ങളിലൂടെ പോവുകയാണ്. ഇന്ന് നിങ്ങളും ദൈവത്തിന്റെ സ്നേഹം ലോകത്തിലേക്ക് പ്രദർശിപ്പിച്ചാൽ നിങ്ങൾക്കും ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എവിടെ വിശ്വസ്തരാകുന്നു. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ ഈവൻ കുടുംബജീവിതത്തിൽ പോലും ആ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കുടുംബജീവിതത്തിൽ പോലും. എവിടെയാണ് അത് പറയുന്നത്? ഭർത്താക്കന്മാരോട് പറയുമ്പോൾ ക്രിസ്തുവും ക്രിസ്തു എങ്ങനെ ജീവിച്ചോ അത് ക്രിസ്തു സൗരഭ്യവാസനയായി തീർന്നു. ഇപ്പൊ ഇതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ പൗരസ്ത്യ ആരാധന ഈ ധൂവക്കുറ്റി കുന്തിരിക്കൊക്കെ പോയിക്കുന്നത്. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. വാക്ക് ഇൻ ലവ് as Christ also has loved us and has given himself for us, an offering and a sacrifice to God for a sweet smelling savor. അപ്പൊ യേശുക്രിസ്തുവിന്റെ ബലി മാത്രമല്ല, നിങ്ങളും അങ്ങനെ തന്നെ ബലിയാകാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പറ്റ എന്തോ ഒരു വലിയ കൊടും വഞ്ചനയാണ് ആ ഉപദേശം. നിങ്ങൾ മനസ്സിലാക്കുക. ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടതകളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ അവിടെ പറയുന്നത് അതുകൊണ്ടും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു.
ചുളുക്കം മുതലായതൊന്നും ഇല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഔവണ്ണം ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കേണ്ടതാകുന്നു. അപ്പം കുടുംബജീവിതത്തിലെ ക്രിസ്തുവിന്റെ ക്രൂശിലെ കഷ്ടം പോലെ ഒന്നാണ് ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിച്ചാൽ സംഭവം. സ്നേഹിച്ചില്ല കുഴപ്പമൊന്നും, സ്നേഹിച്ചാൽ മുറിവുകൾ ഉണ്ടാകുമെന്നാണ്. മനസ്സിലായോ? പള്ളയ്ക്ക് കുത്തു കിട്ടുമെന്നും കൈകളിൽ ആണിപ്പാടുണ്ടാവുമെന്നും തലയെ മുൾക്കിരീടം വെക്കുമെന്നും ഒക്കെയാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിലാകട്ടെ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലാകട്ടെ, നമ്മുടെ ബിസിനസ്സിലാകട്ടെ, നമ്മുടെ സാമൂഹിക ജീവിതത്തിലാകട്ടെ, എവിടെയൊക്കെ നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആകുന്നു. അതുകൊണ്ടാണ് ദാസന്മാരെ ദൃഷ്ടി സേവകളാൽ എന്നല്ല, കർത്താവിനെന്ന പോലെ യജമാനന്മാർക്ക് കീഴ്പ്പെട്ട് വിശ്വസ്തയോടെ വേല ചെയ്യുവിൻ. മുറിവുണ്ടാവും. കൈക്കൂലി മേടിക്കാതെ, അഴിമതി കാണിക്കാതെ, കൃത്യനിഷ്ഠയോടെ, വിശ്വസ്തയോടെ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം നിങ്ങൾ നടത്തിയാൽ നിങ്ങൾ ക്രൂശിക്കപ്പെടും. നിങ്ങളുടെ ശിരസിൽ മുൾമുടി കയറും, നിങ്ങളുടെ കൈകളിൽ ആണികൾ തറയ്ക്കും. ഇതൊന്നും യേശുക്രിസ്തുവിന്റെ കുരിശുമരണം നിങ്ങളുടെ രക്ഷയ്ക്കാണ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തു മാതൃക വെച്ചു. നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരേണ്ടതിന് അവൻ നമുക്കൊരു മാതൃക വെച്ചിട്ട് പോയി. അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു. എന്നിട്ടും അവൻ എന്ത് ചെയ്തു? വഞ്ചകനെ പോലെ, പാപിയെ പോലെ അവൻ ഉപദ്രവിക്കപ്പെട്ടു. പത്രോസ്ലിയുടെ ലേഖനമാണ് ഞാൻ ഈ പറയുന്നത്. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇത് നിങ്ങൾ ഇനി ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങൾ ഈ ലേഖനം വായിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകും. അങ്ങനെ പോകുമ്പോ നിങ്ങൾക്ക് പിടികിട്ടും. മനസ്സിലായോ? ആകയാൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. എങ്ങനെയാണ് സൗരഭ്യവാസനയാകേണ്ടെന്ന് മനസ്സിലായോ? സൗരഭ്യവാസനയായി. ഇതിനാണ് ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ഇതുവോ കുറ്റി എടുത്തിച്ച് വീശുന്നു. കുന്തിരിക്കൊക്കെ അങ്ങോട്ട് ഇട്ട് പുകച്ച് ആ സുഗന്ധമല്ല. ലൈഫ് ഒരു ഇൻസെൻസായി മാറുകയാണ്. അതാണ് പൗലുശ്രീ പറയുന്നത്, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പ്രസവ വേദനപ്പെടും. പൗലുശ്രീ അതാണ് അപ്പോസ്തലന്റെ അഫ്ലിക്ഷൻസ് ആസ് എ മാർക്സ് ഓഫ് എ ട്രൂ അപ്പോസ്റ്റൽ, മാർക്ക് ഓഫ് എ ട്രൂ ബിലീവർ, മാർക്ക് ഓഫ് എ ട്രൂ ക്രിസ്ത്യൻ. അതാണ്. അതിനെ ഒപ്പിച്ച് എന്തോ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ അടിച്ചപ്പോൾ ദൈവം സന്തോഷിച്ചു. സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വിഷയങ്ങളിൽ ഇനിയും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചർച്ചകൾ മുന്നോട്ട് പോകും. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഒരാളൊരു മെസ്സേജ്, ഭർത്താക്കന്മാരങ്ങനെ മുറിവെക്കും. നിങ്ങൾ ശരിക്കും സ്നേഹിച്ചാലാണ് കേട്ടോ. വഞ്ചിച്ചോണ്ടിരുന്ന മുറിവൊന്നുമില്ല, നല്ല സേഫായിട്ട് പോകാൻ പറ്റും. ശരിയായ ട്രൂ ലവ് എന്ന് പറയുമ്പം അതിനകത്ത് എപ്പോഴും വേദനയുണ്ടാകും, മുറിവുകളുണ്ടാകും, കഷ്ടങ്ങൾ സ്വാഭാവികമാണ്. ലഫാണ്. യേശുക്രിസ്തു മുറിവേറ്റപ്പോ തൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തേറ്റല്ലോ. തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തേറ്റു. അവിടുന്ന് രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടത് കർത്താവിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. ആദമിന്റെ വാരിയല് ഊരിയെടുത്ത് ഈ തിരുവിലാവിൽ യേശു ക്രിസ്തു മുറിവേറ്റ അതേ സ്ഥലത്ത് ആദമിന് മുറിവുണ്ടായി. അവിടുന്ന് വാരിയൽ എടുത്തിട്ടാണ് ഔവ ഉണ്ടാക്കുന്നത്. കർത്താവിന്റെ സഭ കർത്താവിന്റെ ഈ മുറിവിൽ നിന്ന്, അതുകൊണ്ടാണ് തിരുവിലാവിൽ നിന്ന് ചാടി പുറപ്പെട്ട രക്തത്തിന് പിതാക്കന്മാർ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു അനാജിയാണ്. പാട്ടുകൾക്കകത്തും പ്രാർത്ഥനയ്ക്കകത്തും എല്ലാം ഉണ്ട്. നിന്റെ തിരുവിലാവിന് രക്തം, ചവളം, വെള്ളം എന്ന് ഒഴുകി മശിഹായി. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ ഇന്നലത്തെ പാട്ടിനകത്തും ഉണ്ടായിരുന്നു ഈ കാസായിൽ തിരുവിലാവിൽ നിന്നുള്ള രക്തം. ആ ഒരു ഇത് വരുന്നത്, അനാജി വരുന്നത്. ബലികളെ നീക്കിയിടും തിരുബലിധന്യം താൻ, പുണ്യം നൽകിയിടും ബലിയെ സ്തോത്രം. അഗ്നിത്തേരിന്മേൽ സ്ഥിതി ചെയ്യുന്നോനെ, സ്കീപ്പാമേലേറ്റി വെള്ളി ദിനത്തിൽ വച്ചു തറച്ചാർത്തൻ പാണികളത്യുഗ്രം
കാലുകളും ലേശം കരളലിവന്നെ ആംഗ്യത്താൽ വാനോ താഴവുമേന്തുന്നു തിരുവിഷ്ടം മൂലം സ്കീപ്പായി താനേന്തി ഈറേന്മാർ ചൂളും കാന്തിയേന്തുന്നു കരുവിന്മേൽ നഗ്നം തൂക്കപ്പെട്ടു തന്നെ വഹിച്ചോരാ തരുവിന്നാൾ കേണു മുറവിളിയോടേവം ചൊന്നു തുടങ്ങി